ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ട വഴുതനങ്ങ എന്നറിയപ്പെടുന്ന ഈ ഒരു വഴുതിന കൊണ്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ ഇങ്ങനെ നെടുകെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെയാണ് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കട്ടിയില്ലാതെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി നിർബന്ധമായും ഇടണം. ഈ വഴുതനങ്ങയ്ക്കൊരു കറയുണ്ട്. ആ കറ പോയില്ലെങ്കിൽ ഉപ്പേരിക്ക് കയ്പ്പായിരിക്കും. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ ഉപ്പേരിക്കും കറുത്ത കളർ വരില്ല, നല്ല ഫ്രഷായിരിക്കും ഉപ്പേരി കാണാനും, അതുപോലെ നല്ല പോലെ രുചിയും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. ഒരു സവാള വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4-5 കാന്താരി മുളക് അഥവാ അരിമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഉപ്പേരിയിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം. ഉപ്പേരി വെക്കുന്നതിനായിട്ട് ഞാൻ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു സവാളയും അരിമുളകും ഒപ്പം ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പേരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് വല്ലാതെ പിടിക്കില്ല, പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം. നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം മൊരിഞ്ഞു തുടങ്ങി, കരിയാതെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉണ്ട വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കഴുകി എടുക്കുമ്പം ഒരു സ്വല്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിലുണ്ട്. ക്യാൻസർ കോശങ്ങളെ തടയാൻ വഴുതനങ്ങ സഹായിക്കുമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് നല്ല ആരോഗ്യപ്രദമായ ഒരു ഡിഷാണ്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. തീ ഒന്ന് കുറയ്ക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറക്കാണ്. നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടച്ചു വെക്കരുത്. ഇതിങ്ങനെ ഫ്രൈ ആയി വരും. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ കിടക്കട്ടെ തീയിൽ, ചെറു തീയിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റ് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റായിട്ട് വരും. ചെറു തീയിൽ കടന്നിട്ട് ഇതിപ്പം നല്ലോണം മരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കഞ്ഞിക്കാണ് ഇത് ഉപയോഗിക്കുക. ചോറിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് ഇഷ്ടമായി എന്ന് വരില്ല. അപ്പം നമ്മൾ ഈ വഴുതനങ്ങ സാമ്പാറിലിട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. അത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം കുട്ടികൾക്ക് കിട്ടിക്കോളും. ഇത് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സൂപ്പർ രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ.